നമസ്കാരം. കാണാത്ത കേരളത്തിലേക്ക് സ്വാഗതം. ഇടുക്കി ജില്ലയിൽ കൂടിയാണ് ഇന്ന് കാണാത്ത കേരളം കടന്നു പോകുന്നത്. വിശ്വാസ ചൂഷകരിൽ ഒരു വിഭാഗം ഉപജീവനത്തിനായി അത് തൊഴിലാക്കിയിരിക്കുമ്പോൾ മറ്റൊരു കൂട്ടർ ധനസമ്പാദനത്തിനുള്ള കുറുക്കുവഴിയായി കണ്ട് വൻ തട്ടിപ്പ് തന്നെ നടത്തുന്നു. തൊടുപുഴയ്ക്കടുത്തുള്ള വണ്ണപ്പുറത്ത് അച്ഛനും മകനും ചേർന്നാണ് തട്ടിപ്പ് നടത്തുന്നത്. ഏതാനും വർഷങ്ങൾ കൊണ്ട് ഇവർ വൻ സമ്പത്തിനുടമകളായി കഴിഞ്ഞു. ഇവർക്ക് പുറമെ അടുത്ത പ്രദേശത്തുള്ള സുരേഷ് എന്ന ജ്യോത്സ്യനും ഈ എപ്പിസോഡിലുണ്ട്. തൊടുപുഴ വണ്ണപ്പുറം ഗുരുമന്ദിരത്തിന് സമീപമാണ് സുകുമാരൻ തന്ത്രി താമസിക്കുന്നത്. അവിടേക്കായിരുന്നു ഞങ്ങളുടെ ആദ്യ യാത്ര. ശിവ 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 നമ ശിവായ, ഹര 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 കൈലാസവാസ. സുകുമാരൻ തന്ത്രിയും മകൻ സുമേഷും ചേർന്ന് വളരെ വ്യവസ്ഥാപിതമായ രീതിയിൽ തന്നെ വിശ്വാസ ചൂഷണം തുടങ്ങിയിട്ട് വർഷങ്ങളായി. ആദ്യകാലത്ത് ചെറിയ രീതിയിലായിരുന്നെങ്കിലും മകൻ കൂടി ഒപ്പം കൂടിയതോടെയാണ് തന്ത്രിയുടെ ഭക്തി വ്യവസായം വളർന്നു പന്തലിച്ചത്. വീട്ടിൽ വെച്ചാണ് പ്രശ്നം നോക്കുന്നതും പരിഹാരക്രിയകൾ ചെയ്യുന്നതും. ഞങ്ങൾ ആദ്യ ദിനം ചെന്നപ്പോൾ സമയം കഴിഞ്ഞിരുന്നു. സുമേഷ് നിർദ്ദേശിച്ച പ്രകാരം അടുത്ത ദിവസം ഞങ്ങൾ വീണ്ടുമെത്തി. രാവിലെ തന്നെ നിരവധി ആളുകൾ അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവരും അക്കൂട്ടത്തിലുണ്ട്. ആദ്യം തന്നെ വീടിന്റെ സിറ്റൗട്ടിൽ വെച്ച് തന്ത്രി പൂജ നടത്തി. പൂജാമുറിയിലും പൂജകളും ഹോമങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇതിന് സഹായികളെയും ഇവിടെ നിയമിച്ചിരിക്കുന്നു. ദീർഘകായം ചോദ്വരോമം കരാളം പാപനാശം പ്രണമത സതതം ഭൈരവം ക്ഷേത്രപാലം. എറണാകുളത്ത് കമ്പ്യൂട്ടർ സ്ഥാപനം നടത്തുകയാണെന്നും അടുത്തിടെ പ്രശ്നങ്ങളാണെന്നും ഞങ്ങൾ കളവ് പറഞ്ഞു. സുകുമാരൻ തന്ത്രി കവിടി നിരത്തിയപ്പോൾ ഞങ്ങളുടെ ഇല്ലാത്ത സ്ഥാപനത്തിന്റെ ദോഷങ്ങളൊക്കെ തെളിഞ്ഞു വന്നു. സർവപ്രണാശോപദോപവാദോ ഹേതുപ്രദേശവുമാണ് സ്തംഭനമാണ്. സ്തംഭനമാണ്. സർവപ്രണാശ വിപത്തുകളും ആപത്തുകളും ഉണ്ടായിക്കൊണ്ടിരിക്കണം. അപ്രതീക്ഷിതമായ നഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സർവപ്രവാദം കേൾക്കുന്നു. ഹേതുപ്രദേശമൊക്കെ നമുക്ക് മൂടോഫ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അലസത വരുന്ന അസ്വസ്ഥത വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥാപനം നിൽക്കുന്ന സ്ഥലം ശരിയല്ല. ഏറ്റവും പ്രധാനമാണ്. നാലാമടത്ത് കേതും ധനവും ഇരിക്കുമ്പോൾ കേതു ക്ഷുദ്രത്തിൻ്റെ ആളും ആണ്. ക്ഷുദ്രം കേതോ ചെയ്യുക. കേതുവിൻ്റെ ബന്ധമുണ്ടാകുമ്പോൾ ക്ഷുദ്രാഭിചാര ദോഷം ചെയ്യുകയും അവിടെ സഹായെങ്കിൽ എല്ലാത്തിനും ഒരു നിർദ്ദേശ അധികാര സ്ഥാനത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനത്തിൻ്റെ അധികാരം കയ്യിലുണ്ടായിരുന്ന ഒരു സ്ത്രീ നിമിത്തം ശക്തമായ ദുരിതമുണ്ടാക്കിയിട്ടുണ്ട്. ഈ സ്ഥാപനം സ്ത്രീകളുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഇതിനകത്ത് ശരിക്കും അതങ്ങനെ ഒരു പ്രയോഗം സംഭവിച്ചിട്ടുണ്ടെന്ന് തന്നെ കാണിക്കുന്നു. ദോഷം വരത്തക്ക വിധത്തിൽ അല്ലെങ്കിൽ നഷ്ടം വരത്തക്ക വിധത്തിൽ ഛിന്ന ഭിന്നമായി പോകത്തക്ക വിധത്തിൽ ക്ഷുദ്രാഭിചാരമുണ്ട്. 6 വ്യാഴം നിൽക്കാവുന്ന ശത്രുസ്ഥാനത്താണ് വ്യാഴം വരുന്നത്. ശത്രുസ്ഥാനത്ത് വ്യാഴം വരുമ്പോഴത്തേക്കും ദേവാനുകൂലം ഈശ്വരാനുഗ്രഹമില്ലാതെ കാര്യങ്ങളെല്ലാം പ്രതികൂലമായിട്ട് ബാധിക്കും. പ്രതികൂലമായിട്ട് ബാധിക്കുമ്പോൾ അതിന് ഹേതു ഒരു കാരണക്കാരൻ അല്ലെങ്കിൽ ഒരു കാരണക്കാരി എന്ന് പറയുന്നത്
ചിലർക്ക് ദുഃഖങ്ങൾ മാത്രം ലാഭമായിട്ട് ഒരു 3-4 മാസമായിട്ട് ശരിക്കും സാമ്പത്തികം നഷ്ടത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തികത്തെ ശരിക്കും ഇതിൽ പ്രയോഗങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ പ്രസ്ഥാനത്തിനും അതിൻ്റെ പുരോഗതിക്കും അഭിവൃദ്ധിക്കും മറന്നു ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആരിൽ നിന്നും പിണങ്ങി പിരിയും എന്നുള്ളത് വ്യക്തമായിട്ട് പറയാൻ പറ്റാത്ത രീതിയിൽ മൊത്തം ഒരു കുഴഞ്ഞിരിക്കുകയാണ്. അടുത്ത കാലത്ത് കുറച്ചു പണം ഒരു ജീവനക്കാരൻ അപഹരിച്ചെന്നും ജോസ് എന്ന പാർട്ണർ എതിരെ പ്രവർത്തിക്കുന്നതായി സംശയമുണ്ടെന്നും ഞങ്ങൾ തട്ടിവിട്ടു. ഒഴിവാക്കി കളയണം എന്ന് ജോസിന് പ്രധാനമായിട്ടൊരു ആവശ്യമുണ്ട്. അതിൻ്റെ പ്രചോദനം ലോകം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പുറമെ ഒന്നും കാണിക്കുന്നില്ല, പക്ഷെ നമുക്ക് സംശയം കൊണ്ടുപോയി അടുത്ത കാലത്തായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ. പ്രദീപിനോടല്ല, പ്രദീപ് വേണം. അപ്പോൾ ഇതിനകത്ത് ആവിചാരം നടക്കുന്നുണ്ട്, ഇതിനാവിചാരം നടക്കുന്നുണ്ട്, പ്രവർത്തന മേഖലകളിൽ അപകീർത്തികളുണ്ടായിട്ടുണ്ട്. ഇയാളുടെ പേരിൽ അപകീർത്തികൾ ഉണ്ടാക്കുന്നുണ്ട്. ജോസ് ശത്രുസ്ഥാനത്ത് നിൽക്കുകയും ഇവർക്ക് രണ്ടുപേർക്കും ലഗ്നത്തിൽ ഗുളികന്റെ ബന്ധം ഉണ്ടായിട്ടുള്ളത് ഒഴിച്ച് ഈശ്വരാധീനമുണ്ട്, പുരോഗതിയുണ്ടാവും. നമ്മുടെ അക്കൗണ്ട്സ് നോക്കുന്ന ഒരു കുറിപ്പേടുണ്ടായിരുന്നു, പുള്ളി ഒരു 10,000 രൂപയായിട്ട്. അത് ധനനഷ്ടങ്ങൾ ഉണ്ടാക്കണ്ട എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല. ഇവനെ നമുക്ക് നല്ല ഈ പാർട്ട്ണർഷിപ്പിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റും ജോസിനെ. പിന്നെന്ത്, നമുക്കത് കാശ് മേടിക്കണം, അല്ലെങ്കിൽ അതിനുള്ള പ്രോപ്പർട്ടി ഇത് കിട്ടണം നമുക്ക്. കാശ് കൊണ്ട് മുങ്ങിയ പാർട്ടി ഉണ്ടല്ലോ, ആളെവിടെ ഉണ്ടെന്ന് ഈ ജോസിനറിയാം. ഈ പണം എവിടെ ഇരിക്കുന്നുണ്ടെന്ന് എങ്ങനെയാണെന്നുള്ള വിവരങ്ങളൊക്കെ അറിയാം. അത് അവരും കൂടി ഒത്തുകൊണ്ട്, അയാളുടെ ഭാര്യ എന്ന് തന്നെ പറയാം, ഭാര്യയും കൂടി ഒത്തുകൊണ്ടുള്ളൊരു കളിയാണ് ഈ ജോസിന്റെ ഭാര്യ ആയിട്ട് ഒത്തും കൊണ്ടിട്ടുള്ളൊരു കളിയാണ്. അപ്പൊ ശത്രു ഇവിടെ, നമ്മൾ ആദ്യം പറഞ്ഞ ശത്രുവിടെ തെളിഞ്ഞു, അവരാണ് ശത്രു. അപ്പൊ ഇങ്ങനെയാണ് സംഭവം. അപ്പം അത് ആയിട്ട് നോക്കി വ്യക്തമാക്കിക്കൊള്ളുക കേട്ടോ. കൂടുതൽ സങ്കീർണമായ പ്രശ്നങ്ങളൊക്കെ മഷിനോട്ടത്തിലൂടെ സുമേഷാണ് കണ്ടെത്തുക. അവിടെയുള്ള രീതിയിലുള്ള മഷിനോട്ടല്ല, മഷി നമുക്കൊരു ഉപാധി മാത്രമാണ്. ഇത് ഉപാസന ജ്യോതിഷം, മാന്ത്രിക ജ്യോതിഷം എന്ന് പറയുന്ന കാര്യങ്ങളാണ്. ഒരുപാട് കാലങ്ങൾ തന്നെ ജപിച്ച് പോയിട്ട് ഒരു ആർജിച്ചെടുത്ത ഒരു സിദ്ധിയാണ്. ആ രീതിയിലൂടെ നമ്മൾ നോക്കുന്നു, ഇതിലൂടെ കാര്യങ്ങൾ കാണുന്നു. സുകുമാരൻ നന്ദി ഇരിക്കുന്നതിന് തൊട്ടടുത്തുള്ള മുറിയിലിരുന്നാണ് സുമേഷിന്റെ മഷിനോട്ടം. അതുവരെ പറഞ്ഞതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ചുരുക്കം. അകത്തെ മുറിയിലിരുന്നാണ് സുമേഷിന്റെ മഷിനോട്ടം. ഒരു സ്ഫടികപാത്രത്തിൽ ജലം നിറച്ചു വച്ചിരിക്കുന്നു. അതിലേക്ക് നോക്കിയാൽ സുമേഷിന് കാര്യങ്ങൾ മനസ്സിലാകുമത്രേ. അച്ഛൻ പറഞ്ഞതിലും വലിയ കള്ളങ്ങളാണ് സുമേഷ് തട്ടിവിട്ടത്. ഒരു വശീകരണ ക്രിയകള് നമ്മളെ ഒരു പ്രത്യേക രീതിയിലേക്ക് ഉണ്ടാക്കിയെടുക്കുക, അതിനെ വലിച്ചെടുക്കുക എന്നുള്ള രീതിയിൽ ഒരു പ്രത്യേക ആവശ്യങ്ങൾക്ക് ഒരു വശീകരണ പ്രയോഗങ്ങൾ നിങ്ങളുടെ പേരിൽ നടന്നിട്ടുണ്ട്. അപ്പൊ അതാരാണ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കിയെടുക്കാം. ഒരു പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ കൂടെ നിൽക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ചില ക്രിയകൾ നടന്നിട്ടുണ്ട്. ഈ പ്രാർത്ഥിച്ചിട്ട് ഒരു സംഖ്യ പറയാം. 8 8 ಕಾಣದಂತೆ ಮಾಯವಾದನು ನಮ್ಮ ಶಿವ ಕೈಲಾಸ ಸೇರಿಕೊಂಡನು ಕೊಡುವುದನ್ನು ಕೊಟ್ಟು ಬಿಡುವುದನ್ನು ಬಿಟ್ಟು ಕೊಡುವುದನ್ನು ಕೊಟ್ಟು ಬಿಡುವುದನ್ನು ಬಿಟ್ಟು ಕೈಯ ಕೊಟ್ಟು ಓಡಿ ಹೋದನು. ആൾക്ക് ചില ഗുളിക ബന്ധങ്ങൾ, പ്രേതബന്ധങ്ങൾ, ഉറക്കം ശരിയാവാതെ വരിക, വയറിന് കംപ്ലൈന്റുകൾ ഉണ്ടാവുക, ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? അങ്ങനെ ഉണ്ടോ? നമ്മള് ഈ പറയുന്ന ഈ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് പാപ്പ പറഞ്ഞ പോലെ തന്നെയാണ് ഒരു സ്ത്രീ നമുക്ക് ഒരു വിരോധിയായിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഞാൻ ഏകദേശം രൂപം പറഞ്ഞാൽ നമുക്കറിയാലോ. നമുക്ക് പെട്ടെന്നൊരു ധനനഷ്ടം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് സ്ഥാപനത്തിന്? ഇത് ആരാണ് മിസ്സായിരിക്കുന്നത്? സ്റ്റാഫാണ്.
നമുക്ക് കണക്കൊക്കെ നോക്കിയാലോ. സാങ്കല്പികമായി ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് ധരിച്ച് സുമേഷ് ഉളുപ്പില്ലാതെ വ്യാജപ്രവചനങ്ങൾ നടത്തി. നമ്മുടെ സ്ഥാപനത്തിലെ ശത്രുവുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ട്. ഒരു സ്ത്രീയാണ് നമുക്ക് ഇതിന്റെ അകത്തൊരു പ്രധാന ശത്രുവായിട്ട് കാണുന്നത്. ജോസിന്റെ ഭാര്യയാവാം, നോക്കാം. ഇയാളെ സാധാരണ രീതിയിൽ ചുരിദാർ വേഷം, മുടി നീളത്തിലുള്ള മുടി, വട്ടമുഖം, ആ രീതിയിലുള്ള ഒരാളാണ്. എന്റെ താടിക്ക് ചിലപ്പോ വട്ടമുഖം. ഇല്ലാത്ത ശത്രുവിനെ കുറിച്ചൊക്കെ സുമേഷ് തട്ടിവിടുന്നത് ആരും വിശ്വസിച്ചു പോകുന്ന തരത്തിലാണ്. ഇതിനകത്തൊരു സംഭവം എന്താ വെച്ചാൽ, ഈ പറയുന്ന ഈ സ്ത്രീയാണ് നമുക്ക് ശത്രുവായിട്ട് ഇതിനകത്ത് അപ്പൊ പറഞ്ഞ പോലെ തന്നെയുള്ള സംഭവം. ഷക്കീർ എന്ന് പറയുന്ന ആളെ ഒഴിവാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇതിന്റെ അത്ര ആവശ്യം. നിങ്ങൾക്ക് നല്ല ദൈവാധീനം ഉള്ളത് കൊണ്ടാണ് ഈ ഇപ്പൊ ആണെങ്കിലും നോക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തയ്യാറായത്. ജോസിനെ നമുക്ക് ഒഴിവാക്കുക, അതല്ലേ ഏറ്റവും ബെറ്റർ കാര്യം. നമ്മളെന്ത് ചെയ്യണം? നമുക്ക് ഈ ദുരിതങ്ങൾ ഒഴിവാക്കണം. കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ചെയ്താൽ റൂട്ടിലേക്ക് വരാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിലവിൽ ആള് കേരളത്തിലില്ല, പക്ഷെ നമുക്ക് ആളെ വരുത്താം. മാറി ചെയ്യും, ആളെ വരുത്തും. നമുക്ക് മുന്നിൽ കിട്ടണമല്ലോ. അല്ലെ നമുക്ക് പൈസ എവിടെ ഉണ്ടെന്ന് നമുക്ക് അറിയണ്ടേ. 2 നില വീടാണ്. 2 നില പിന്നെ മുണ്ടക്കോട്ടൊരു 1-2 മുറിയൊക്കെ ബാക്കി അതിനകത്ത് ഒരു 2 നില മുകളിലേക്ക് ഒരു ചെറിയൊരു സംഭവം ഇതുപോലെ കാണുന്നത്. ദോഷപരിഹാര മാർഗങ്ങളും സുമേഷ് നിർദ്ദേശിച്ചു. 42-ാം തീയതി ഇവിടെ ഗുരുതിയൊക്കെ ഉള്ളത്. ഗുരുതി എന്നൊക്കെ പറയുമ്പോൾ കോഴി അങ്ങനെയൊക്കെ ഉള്ളതുണ്ടോ? 41-ാം തീയതി അന്ന് ഗുരുവിനെ, പിന്നെ 10-ാം തീയതി പോയി വരുന്നത്. ബാക്കിയുള്ള ദിവസങ്ങൾ പിന്നെ സ്പെഷ്യൽ കേസ് എന്തെങ്കിലും ചെയ്യേണ്ട വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത് 10-15 രൂപ അത്രേ ഉള്ളൂ. ഇതെന്തുവാ സാധനം ഇവിടെ മേടിച്ചു തന്നെ? എല്ലാം മേടിച്ചു. വരുമ്പോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 നാളികേരം ഇങ്ങനെ സ്ഥാപനത്തിന് മണ്ണ്, എന്തെങ്കിലും കുറച്ച് മണ്ണ്, പിന്നെ ഇതിന് ഉള്ളിൽ നിന്ന് അടിച്ച് മാറിയിട്ട് കുറച്ച് പിന്നെ അവിടെ നിന്ന് കുറച്ച് നാണയം, ഒരു 100 രൂപ നാണയം എടുത്തിട്ട് ഒരു കുറച്ച് പൂക്കം മേടിച്ച് കടയിൽ മേടിച്ചാൽ ആ സാധനമായിട്ട് വന്നാകും. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഈ ഗുരുതി കഴിഞ്ഞിട്ട് പറ്റുമോ? സാധാരണ അങ്ങനെ 41-ന്റെ അന്ന് ഞങ്ങളിവിടെ ഉണ്ടാവില്ല. അപ്പൊ ഗുരുതിയുടെ അന്ന് ചെയ്യാൻ പറയുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഗുരുതിയുടെ അന്ന് ചെയ്യുമ്പോൾ നമുക്ക് ഗുരുതിക്ക് പ്രത്യേകം ഒരു ഇത് വേണ്ടി വരില്ലല്ലോ. ആ ഗുരുതിയുടെ കൂട്ടത്തിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരാം. വണ്ണപ്പുറത്ത് നിന്നും ഏതാനും കിലോമീറ്റർ അകലെ താമസിക്കുന്ന സുരേഷ് ശാന്തിയുടെ അടുത്തേക്കായിരുന്നു അടുത്ത യാത്ര. ജ്യോതിഷം നോക്കുന്നതും പരിഹാരമാർഗങ്ങൾ നടത്തുന്നതുമൊക്കെയാണ് സുരേഷ് ശാന്തിയുടെയും ഉപജീവന മാർഗം. സുരേഷ് ശാന്തിയുടെ വീട്ടിലെത്തിയ ഞങ്ങൾ അദ്ദേഹത്തോട് പുതിയൊരു കളവാണ് പറഞ്ഞത്. ഗൾഫിൽ ജോലിയിലിരിക്കെ ഒപ്പമുള്ള പാകിസ്ഥാനിയെ അബദ്ധത്തിൽ കൊലപ്പെടുത്തിയെന്നും ഇപ്പോൾ അയാൾ കൂടെയുണ്ടെന്ന തോന്നലാണെന്നും ഞങ്ങൾ തട്ടിവിട്ടു. അല്പം അകലെയുള്ള ഒടിയപാറ ശാന്തിമുക്ക് ക്ഷേത്രത്തിൽ വെച്ചാണ് താൻ പ്രശ്നം നോക്കുന്നതെന്ന് സുരേഷ് പറഞ്ഞു. തുടർന്ന് ഞങ്ങൾ അവിടേക്ക് പോയി.
കവടിക്ക് പകരം നെല്ലാണ് സുരേഷ് ശാന്തി പ്രശ്നം നോക്കാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ആ വെച്ച രാശി കൊണ്ടൊക്കെ നമ്മൾ കാണിക്കുന്നത് ഈ നക്ഷത്രത്തിൽ കാണിക്കുന്നത് നമുക്ക് നമ്മളെ കൃഷ്ണാഭം കൃമിദോഷഹിതം മ്ലാനിക്ഷരിഭ്യാമിതം. അപ്പോൾ നമ്മളുടെ ശരീരത്തിലെ സന്താപമായിട്ട് ബാധയായിട്ട് ഈ പറഞ്ഞതുപോലെ ഒരു പ്രേതാത്മാവ്, അതുപോലെ തന്നെ ക്ഷുദ്രദോഷം, ഇത് ശത്രുദോഷത്തിന് മുമ്പേ ഉണ്ടായിരുന്ന കാണിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ആ പ്രവൃത്തി ഏതാണെങ്കിൽ അവിടെ നമുക്ക് അവിടെ നശിച്ചു പോകാനും വീട് വിട്ടു പോകാനും നമ്മൾ നാട് വിട്ടു പോകാനും അത് നേരത്തെ നമുക്കുണ്ട്. അപ്പൊ അതിനൊരു കാരണമായിട്ട് വന്നിരിക്കുന്നതാണ് ആ ഒരു പ്രശ്നം. ക്ഷുദ്രദോഷമുണ്ടെന്ന് സുരേഷ് കണ്ടെത്തി. അതുകൊണ്ടാണ് കൊലപാതകിയായത്. നമ്മൾ നശിച്ചു പോകാൻ വേണ്ടി ക്ഷുദ്രം ചെയ്യുക അപ്പൊ ഉണ്ടെന്നാ കാണിക്കുന്നത് നേരത്തെ. അപ്പൊ അത് നമ്മൾ നീക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഇതുപോലെ അത്യാപത്തിൽ പോയി പെട്ടത്. നമ്മളായിട്ട് തന്നെ സ്വയം ഇത് അറിയിക്കും. ഈ ആത്മാവ് തന്നെ പറയിപ്പിക്കുന്നതാണ്. അപ്പൊ ആത്മാവിനെ നമ്മൾ ഇരുത്തി ശാന്തിയാക്കി ആലുവായാലോ അല്ല അതിപ്പോ നമ്മളിൽ കൂടിയിരിക്കണം. അല്ല ഇപ്പൊ ഞാനിപ്പോ വിദേശത്ത് കൊണ്ട് ഫ്ലൈറ്റിലാണ്, അപ്പൊ എന്റെ ഒപ്പം കയറി നമ്മളുടെ ഇപ്പൊ നിലവിൽ അങ്ങനെ ഉണ്ടെന്ന് കാണിക്കുന്നത്. ഇത് നോക്കാൻ പറ്റും ഉപയോഗമുള്ള തന്നെയാണ്. ശരി തന്നെ വന്നിരിക്കുന്നത് അതാണ്. അപ്പൊ അതിൽ ഉണ്ടെന്ന് കാണിക്കുന്നത്. അങ്ങനെ ആത്മാവിന് ശല്യം ഉണ്ടെന്ന് കാണിക്കുന്നത്. അപ്പൊ ഒരു ആ രൂപത്തില് പുരുഷന്റെ ഒരു വിഗ്രഹത്തിലൊരു ഈ ആത്മാവിനെ അടക്കം ചെയ്തു നമ്മൾ അതിന് വേണ്ട കർമ്മങ്ങൾ നമ്മളിത് ഇതെല്ലാം വരും. നമ്മൾ തന്നെ ഇത് പറഞ്ഞു അറിയുന്ന കാണിക്കുന്നത്. പാകിസ്ഥാനി സുഹൃത്തിന്റെ ഭാര്യയുമായി അടുപ്പത്തിലായിരുന്നെന്നും ഞങ്ങൾ കളവ് പറഞ്ഞു. ഇതിപ്പോ ഇത് ഉണ്ടാവാൻ കാരണതേ അവന്റെ വൈഫുണ്ട്, അപ്പൊ അവളായിട്ട് ഞാൻ അവിടെ അടുപ്പുണ്ടായിരുന്നു. അപ്പൊ വീണ്ടും അവിടെ പോയിട്ട് അത് കഴിഞ്ഞാൽ അല്ല അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഈ ഞാനതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്ന അഹിംസ സത്യമസ്തേയചാരുത എന്നാണ്. നമ്മൾ സ്ത്രീയെ പോലും ഞാൻ കല്യാണം കഴിക്കാനുള്ള പരിപാടി ഞാൻ പറയണില്ല. നമ്മൾ അങ്ങനെ മറ്റുള്ളവരുടെ ഭാര്യയില്ലേ, ആ ഭാര്യ മറ്റുള്ളവരുടെ ഭാര്യ നമ്മൾ അങ്ങനെ ആഗ്രഹിക്കാൻ എന്നുള്ളതാണ്. അവളുടെ മനസ്സിൽ പുള്ളിയുടെ താല്പര്യം ഉണ്ടോ എന്നുള്ളത് ശരിയാണോ അന്വേഷിക്കാം. അവളുടെ താല്പര്യം സ്നേഹം ഉണ്ടോ പുള്ളിയോട്, അതോ താല്പര്യമാണോ? ഇപ്പോഴും ഫോൺ വിളിക്കാറൊക്കെ ഉണ്ട്. അവിടെ പേരണോ സുലേഖ. അപ്പൊ നിലവിലിപ്പം അവർക്കിപ്പോ നിങ്ങളുടെ വിവാഹം കഴിക്കുന്ന താല്പര്യത്തിലാണ് നിൽക്കുന്നത്. നിലവിലിപ്പോ അങ്ങനെ. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം കാണിക്കണം. ഗൾഫിലേക്ക് തിരിച്ചു ചെല്ലുന്നതിൽ കുഴപ്പമില്ലെന്നും അയാൾ കണ്ടെത്തി. അങ്ങനെ കാണിക്കുന്നുണ്ട്, പോകാനുള്ള യോഗമൊക്കെ ഉണ്ട്. ഞാൻ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ അവർക്കറിയത് എന്റെ കയ്യിൽ നിന്ന് സംഭവിച്ചത്. ഇയാളെ പൈസ അറിയുന്നുണ്ട്, ഈ സ്ത്രീയുടെ അറിയാം, അത് കിട്ടാൻ പറ്റുമോ? അല്ല നമ്മളിപ്പോ മോനെ അങ്ങ് പോകാൻ താല്പര്യം ഉണ്ടോ ഇല്ലയോ? എന്ത് പോണോ? അതെ ഈ പരിപാടിയൊക്കെ തീർത്തിട്ട് പോകാനുണ്ട്. അല്ലെങ്കിൽ നമ്മളായിട്ട് തന്നെ ഇത് അറിയും. പൈസ ബുദ്ധിമുട്ടെന്നാണ് കാണിക്കുന്നത്. പൈസ കിട്ടില്ല. ഇപ്പൊ നിലവിലെങ്ങനെയൊക്കെ കാണിക്കുന്നത്. പാകിസ്ഥാനിയുടെ ആത്മാവിന് മോക്ഷം കൊടുക്കണം, അതിന് കർമ്മങ്ങൾ ചെയ്യണമെന്ന് സുരേഷ് നിർദ്ദേശിച്ചു. അപ്പൊ നമ്മളിത് ചെയ്യുന്നത് ഗണപതി ഹോമം, സുദർശന ഹോമം. സുദർശന ഹോമത്തിൽ ഇത് ആവാഹിച്ച് ഇത് നമുക്ക് ഈ ദോഷമുള്ളതുകൊണ്ട് ശത്രു സംഹാര ഹോമം വെള്ളിയാഴ്ച ദിവസം നടത്തി അവ നമുക്ക് പരിപാടിയൊക്കെ നടത്തി ചേലാമറ്റത്ത് കൊണ്ട് വിഗ്രഹം സമർപ്പിച്ച് ബലിയിട്ട് അത് നമ്മളെ കൂടെ ചേലാമറ്റത്തെ. പിന്നെ നമ്മളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്ത്രീയായിട്ട് വിവാഹം കഴിച്ച് അവിടെ ജീവിക്കുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിന്നെ ആഭിചാരത്തിന് അവിടെ തന്നെ വേറെ ഒരു കോഴിയിൽ ചെയ്യേണ്ട കാര്യമുണ്ട്. ആ കോഴിയിൽ അതൊക്കെ നമ്മളെല്ലാം സെറ്റപ്പ് ആയിക്കോളാം. ആഭിചാരം ഉണ്ടല്ലേ, ഭയങ്കര ആഭിചാരം. ജീവിക്കാൻ വേണ്ടിയുള്ള തരികിട പരിപാടികളാണ് സുരേഷ് നടത്തുന്നത്. അതേസമയം സുകുമാരൻ തന്ത്രിയും സുമേഷും പണം വാരിക്കൂട്ടാനായാണ് വിശ്വാസ തട്ടിപ്പ് നടത്തുന്നത്. നിരവധി ആളുകൾ ഇവരുടെ ചൂഷണത്തിന് ഇരകളാകുന്നുമുണ്ട്. കാണാത്ത കേരളം വീണ്ടും അടുത്തയാഴ്ച. ഗോവിന്ദ
ಇವ್ನ್ ನಂಬಿದ್ರೆ ಮಾತ್ರ ಏರಿಯಾನೇ ಹಾಳಾಗಿದ್ದು ಇವನಿಂದ ಇವನ್ ಕಾಲಿಟ್ಟಲ್ಲೆಲ್ಲ